വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് 1857 റിവോൾട്ട് അടിച്ചമർത്തിയതെന്നും അതുപോലെ തന്നെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് 1857 റിവോൾട്ട് നമ്മുടെ ബ്രിട്ടീഷുകാര് അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ അടിച്ചമർത്താൻ അവർ ഏതൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യത്തിലൊക്കെ വരാൻ പാകത്തിനുള്ള മൂന്ന് നാല് നല്ല ഭംഗിയുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പൊ 1857 റിവോൾട്ട് നമ്മുടെ എന്താണ് അടിച്ചമർത്തി അല്ലെ. ഉത്തരേന്ത്യയില് എന്തുണ്ടായി? അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഉത്തരേന്ത്യയിൽ മുഴുവൻ അവര് പട്ടാള നിയമം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഫസ്റ്റ് ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഇനി ഇംഗ്ലണ്ടിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇനി കലാപത്തിന് പുതിയ പുതിയ കലാപങ്ങൾ പല സ്ഥലങ്ങളിലും വേറെ പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കുറെ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്തതോടുകൂടി കലാപം, അതായിരുന്നു അവർ ചെയ്ത പ്രധാനപ്പെട്ട നടപടികൾ. ബ്രിട്ടീഷുകാർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് കലാപം അടിച്ചമർത്താനായിട്ട് ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് പട്ടാള നിയമം ഉത്തരേന്ത്യയിൽ മുഴുവൻ കൊണ്ടുവന്നു. രണ്ടാമത് പുതിയ പുതിയ പട്ടാളക്കാരെ ഇന്ത്യയിലേക്ക് അവര് അവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി പുതിയ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. ഇനി ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനൊക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഒക്കെ അവകാശം അല്ലെങ്കിൽ അധികാരവും കൊടുത്തു. അങ്ങനെ അവര് അടിച്ചമർത്തുകയാണ് നമ്മുടെ 1857 റിവോൾട്ട്. അടിച്ചമർത്തിയത് 1858 ജൂലൈയിലാണ്. 1857 നമ്മൾ വിപ്ലവം തുടങ്ങി. 1858 ജൂലൈ മാസത്തില് വിപ്ലവം അടിച്ചമർത്തി. ഇനി അടുത്തത് ഈ നമ്മുടെ വിപ്ലവം അടിച്ചമർത്തി തുടങ്ങിയത് 57 കൊണ്ട് 2007 നമ്മൾ ഈ വിപ്ലവത്തിന്റെ 150ാം വാർഷികമൊക്കെ ആഘോഷിക്കുകയുണ്ടായെന്നൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മുടെ ഈ മ്യൂട്ടിനി മെമ്മോറിയൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. മ്യൂട്ടിനി മെമ്മോറിയൽ. അപ്പൊ മ്യൂട്ടിനി മെമ്മോറിയൽ എന്നായിരുന്നു ആദ്യം അതിന്റെ പേര്. ഇപ്പോ അത് അജിത് ഗഡ് എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പൊ മ്യൂട്ടിനി മെമ്മോറിയൽ അഥവാ അജിത് ഗഡ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഈ അജിത് ഗഡ് എന്ന് അതിന് പേരിട്ടത് 1972 പുതിയ പേരായിട്ട് മാറ്റിയത് കേട്ടോ. ഇനി മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ചത് 1863 അപ്പൊ 1863 മ്യൂട്ടിനി മെമ്മോറിയൽ ന്യൂഡൽഹിയിൽ സ്ഥാപിച്ചു. ആ മ്യൂട്ടിനി മെമ്മോറിയലിന് അജിത് ഘട്ട് എന്ന 1972 പുനർനാമകരണം ചെയ്തു. 2007 ഈ വിപ്ലവത്തിന്റെ 150ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം 1858 പൂർണ്ണമായും അടിച്ചമർത്തി. ഇനി അങ്ങനെ അടിച്ചമർത്താൻ അവർക്ക് പറ്റി. പല സ്ഥലങ്ങളിലെ പല പല ബ്രിട്ടീഷ് ജനറൽമാരാണ് അത് അടിച്ചമർത്തിയത്. ഡൽഹിയിലെ നിക്കോൾസൺ, ഹഡ്സൺ എന്ന് പറയുന്ന രണ്ട് ബ്രിട്ടീഷ് ജനറൽമാരാണ് ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയത്. ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ആരൊക്കെയാണ്? ഒന്ന് നിക്കോൾസനും അടുത്തത് ഹഡ്സനുമായിരുന്നു. നിക്കോൾസൺ, ഹഡ്സൺ എന്നീ ബ്രിട്ടീഷ് ജനറൽമാർ 1857 റിവോൾട്ട് ഡൽഹിയിൽ അടിച്ചമർത്തി. ഇനി കാൺപൂര്, ലക്നൗ, ബറേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ 1857 റിവോൾട്ട് അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ജനറൽ ക്യാമ്പ് ആയിരുന്നു. ആരാണ്? ക്യാമ്പ്. അപ്പൊ കാൺപൂര്, ലക്നൗ, ബറേലി തുടങ്ങിയ ഏരിയയിലെ ക്യാമ്പ് നേതൃത്വത്തിൽ കലാപം അടിച്ചമർത്തി. ഝാൻസിയിലും ഗ്വാളിയോറിലും ഹ്യൂഗ് റോസ് ആണ് അടിച്ചമർത്തിയത്. ഝാൻസി, ഗ്വാളിയോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹ്യൂഗ് റോസ് ആണ് കലാപം അടിച്ചമർത്തിയത്. ഇനി ആര എന്ന് പറയുന്ന സ്ഥലത്ത്, ആരയില് വില്യം ടൈലറും വിൻസെന്റ് അയറുമായിരുന്നു. വില്യം ടയർ, വിൻസെന്റ് അയർ തുടങ്ങിയ വ്യക്തികളാണ് ആരയില് കലാപം അടിച്ചമർത്തിയത്. ഡൽഹിയില്
ജനറൽ നിക്കോൾസണും ഹഡ്സണും ചേർന്ന കലാപം അടിച്ചമർത്തി. കാൺപൂര്, ലക്നൗ, ബറേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്യാമ്പ് ബെല്ല് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജനറൽ കലാപം അടിച്ചമർത്തി. ഝാൻസിയിലും ഗ്വാളിയോറിലും ഹ്യൂഗ് റോസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജനറലാണ് കലാപം അടിച്ചമർത്തിയത്. ആറയില് വില്യം ടൈലറും വിൻസെന്റ് അയറും ചേർന്ന് കലാപം അടിച്ചമർത്തി. ഇനി ഇങ്ങനെ കലാപം അടിച്ചമർത്തിയപ്പോ അവരങ്ങനെ അടിച്ചമർത്തുമ്പോഴേക്കും നമ്മൾ പരാജയപ്പെടാൻ എന്താ കാരണം? ഒന്നാമത്തെ കാര്യം കലാപം കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടി ഉണ്ടായതല്ല. ഈ കലാപത്തിന്റെ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഒന്ന്, കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. കാരണം ദത്താവകാശ നിരോധന നിയമം, അങ്ങനെ ചില നിയമങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെയാണോ ബുദ്ധിമുട്ടുണ്ടായത് അവര് മാത്രമേ ഈ കലാപത്തിൽ പങ്കെടുത്തുള്ളൂ. ഇനി അപ്പൊ ആസൂത്രണം ഉണ്ടായില്ല, നല്ല ആയുധങ്ങളോ അതുപോലെ തന്നെ സൈനിക പരിശീലനങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആയുധം ഉണ്ടായില്ല, അല്ലെ? ആധുനിക രീതിയിലുള്ള ആയുധങ്ങളില്ല, സൈനിക പരിശീലനങ്ങളില്ല. അപ്പൊ ഒന്ന്, ആസൂത്രണം ഇല്ല. രണ്ടാമത്, നല്ല ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായില്ല. ഇനി ചില പ്രദേശങ്ങളിൽ മാത്രം, ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിച്ചില്ല, ചില പ്രദേശങ്ങളിൽ മാത്രമേ ഈ കലാപം വ്യാപിച്ചുള്ളൂ എന്നുള്ളതും അടുത്തൊരു പോരായ്മയായിരുന്നു, അല്ലെങ്കിൽ അത് പരാജയപ്പെടാനുള്ള കാരണമായിരുന്നു. പിന്നെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങള്, അതുപോലെ തന്നെ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആൾക്കാര്, വൻകിട കച്ചവടക്കാര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. മനസ്സിലാവുണ്ടോ? ഇന്ത്യക്കാരുടെ കൂടെയല്ല അവർ നിന്നത്, ആരുടെ കൂടെയാണ് നിന്നത്? ബ്രിട്ടീഷുകാരുടെ കൂടെ. അപ്പോ നല്ല ഭൂരിഭാഗം നല്ല നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള നാട്ടുരാജ്യങ്ങളില്ല, പാശ്ചാത്യ വിദ്യാഭ്യാസം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഐഡിയാസ് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ, ഇവരുടെ ഒന്നും സഹകരണം ഇല്ലാണ്ട്, അപ്പൊ അതായത് കഴിവുള്ള നേതൃത്വത്തിന്റെ ഒരു അഭാവം ഇല്ലാത്തതൊക്കെ തന്നെ എന്തിന് കലാപം പരാജയപ്പെടാൻ കാരണമായി എന്ന് മനസ്സിലാക്കുക. ഇനി ഈ വിപ്ലവത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. എന്തായിരുന്നു? രണ്ട് കാര്യം ഉണ്ടായി. അതായത് നമ്മൾ അടിച്ചമർത്തിയപ്പോൾ പൂർണ്ണമായും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. എന്തുണ്ടായി? ഫസ്റ്റ് എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഇന്ത്യയില് കമ്പനിയുടെ ഭരണം അവസാനിച്ചു. കമ്പനിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ അറിയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ടും അവസാനിച്ചു. അപ്പൊ പിന്നെ എന്താ ഉണ്ടായത്? അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് നിയന്ത്രണത്തിന് കീഴിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ എങ്ങനെയാ കാരണമായേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ നമ്മൾ വിളിക്കുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവായിരുന്നു. അപ്പൊ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയാണ്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം എന്തുണ്ടായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം എവിടെ അവസാനിച്ചു? ഇന്ത്യയിൽ അവസാനിച്ചു. ഇനി എന്താണ് ഇതിനെ നമ്മൾ വേറൊരു എന്താ പറയാ, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും എന്തിനെ വിളിക്കുന്നുണ്ട്? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിളിക്കുന്നുണ്ട് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായിട്ടും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. 1858 അങ്ങനെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നുല്ലോ. അല്ലെങ്കിൽ എന്താണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാട്ടാ, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാൽമേഴ്സ്റ്റൺ പ്രഭു അവതരിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ, അല്ലെ? പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായിട്ടും ആരുടെ കീഴിലായി? ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായിട്ട്. ഇനി 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആ ഒരു ഡിക്ലറേഷൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒരു പ്രഖ്യാപനം കാനിങ് പ്രഭു
വായിക്കുകയാണ്. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്തായി, വൈസ്രോയ് എന്ന പേരിലും കൂടിയായി മാറി. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോ 1858 ഓഗസ്റ്റ് 2 തൊട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്ന പേരിലായി, ഇന്ത്യയുടെ വൈസ്രോയ് എന്ന പേരിലായിട്ട് മാറി എന്നും കൂടി നമ്മൾ ഓർക്കണം. ഇനി ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താ അറിയോ ഇതിനെ? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതന്നെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 തന്നെയാണെന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യം വളരെ പ്രധാനമാണ്. അങ്ങനെ വിളംബരത്തിന്റെ ഫലമായിട്ട് ആരായി നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരി? വിക്ടോറിയ രാജ്ഞി നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരിയായി. അപ്പോൾ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് മാഗ്ന കാർട്ട, ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട, അല്ലെങ്കിൽ എന്താണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഇതൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ് കേട്ടോ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട, 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, അല്ലെ? ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാന്ന് ഓർക്കുക. അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1858 പ്രകാരം നമ്മുടെ ഗവർണർ ജനറൽ മാറി വൈസ്രോയി ആയി. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ ഒരു എതിർ വിളംബരം ഒരു വ്യക്തി പുറപ്പെടുവിക്കുകയുണ്ടായി. ഏത് വിപ്ലവകാരിയാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. അങ്ങനെ ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷുകാര് ഏറ്റെടുക്കാൻ കാരണമായ നിയമം ഏതാണ്? 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര എന്ന പേരിൽ അറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. അല്ലെങ്കിൽ എന്താണെന്നാ പറയണത്? ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോയി. ഇനി അതോടുകൂടി 1857 വിപ്ലവം നമ്മൾ പല സ്ഥലത്ത് പല ആൾക്കാര് നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം, അല്ലെ, പ്ലാനിങ്ങും അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോർഡിനേഷനും ഒന്നും ഇല്ലാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആരും വീണ്ടും വന്നു, നമ്മൾ വീണ്ടും ആയി. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ 1857 റിവോൾട്ടുമായിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ രചിക്കുകയുണ്ടായി. അത് എന്താ പറയുന്നത്, പ്രശസ്തമായിട്ടുള്ള ചില പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ ഒരു പുസ്തകം ദ ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്നുള്ളതാണ്. ഇതാരാണ് ഈ പുസ്തകം രചിച്ചത് എന്ന് ചോദിച്ചാൽ മനോഹർ മൽഗോൺകർ. ആരാണ്? മനോഹർ മൽഗോൺകർ. 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് മനോഹർ മൽഗോൺകർ രചിച്ച ഒരു പുസ്തകമാണ് ദ ഡെവിൾസ് വിൻഡ്. ഏതാണ്? ദ ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ്. അപ്പൊ 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ്. ആരാ രചിച്ചേ? മനോഹർ മൽഗോൺകർ. മനോഹർ മൽഗോൺകർ. ഇനി അടുത്തത് ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. പുസ്തകം രചിച്ചത് VD സവർക്കർ ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് VD സവർക്കർ ആണ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടുത്തത് അശോക് മേത്തയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് 1857 ദ ഗ്രേറ്റ് റിബല്യൻ. 1857 ദ ഗ്രേറ്റ് റിബല്യൻ ആരാ രചിച്ചേ? അശോക് മേത്ത രചിച്ച പുസ്തകമാണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെഫറൻസ് ഗ്രന്ഥമാണ്. രചിച്ചതാരാണ്? VD സവർക്കർ ആണ്. ഇനി ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857. ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 RC മഞ്ജുംദാർ. ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 ആരാ രചിച്ചേ? RC മഞ്ജുംദാർ രചിച്ചു. ഇനി വെറുതെ 1857 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് SN സെൻ ആണ്. ആരാണ്? SN സെൻ.
ഇനി താരാചന്ദിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? താരാചന്ദ് ആണ്. ആരാണ്? താരാചന്ദ്. ഇതിനു മുമ്പ് നമ്മൾ പറയേണ്ടായി ഝാൻസി റാണിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന കൃതി രചിച്ചത് മഹാശ്വേത ദേവിയാണ്. ആരാണ്? മഹാശ്വേത ദേവിയാണ് കേട്ടോ. ഇനി അടുത്തത് റിബല്യൻ 1857 എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചു PC ജോഷി. റിബല്യൻ 1857 PC ജോഷി. ഇനി ഈ ഝാൻസി റാണിയുടെ ജീവിത കഥ ആസ്പദമാക്കി ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത സിനിമയിലേക്കാണ്. സിനിമയുടെ പേര് മണികർണിക. അവരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ആ സിനിമയുടെ പേര് ഇതാണ്, മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന സിനിമ ട്ടോ. ആരാണ് സംവിധാനം ചെയ്തത്? രാധാകൃഷ്ണ ജഗർലമുടി. ആരാണ്? രാധാകൃഷ്ണ ജഗൽറമുടി. സംവിധാനം രാധാകൃഷ്ണ ജഗൽറമുടിയാണ്. അതിൽ മണികർണികയായിട്ട് അഭിനയിച്ചത് കങ്കണ റണൌത്ത് ആണ്. ആരാണ്? കങ്കണ റണൌത്ത് ആണ്. അത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയില് അങ്ങനെ ഒരു സിനിമ എന്താ പറയാ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് കേതൻ മെഹ്ത്ത എന്ന് പറയുന്ന വ്യക്തി സംവിധാനം ചെയ്തിട്ടുണ്ട്. കേതൻ മെഹ്ത്തയുടെ ദ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അതിൽ മംഗൾ പാണ്ഡെ ആയിട്ട് അമീർ ഖാൻ ആണ്. ആരായിരുന്നു? അമീർ ഖാൻ. ഇനി 1857 റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ പുറത്തിറക്കിയ സിനിമ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശത്‌രഞ്ജ് കെ ഖിലാഡി. എന്താണ്? ശത്‌രഞ്ജ് കെ ഖിലാഡി. 1977 അത് വന്നത്. ശത്‌രഞ്ജ് കെ ഖിലാഡി എന്ന് പറയുന്ന സിനിമ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ 1857 എന്ന റിവോൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ 3 ദിവസത്തോടു കൂടി നമ്മുടെ 1857 റിവോൾട്ട് ഭംഗിയായിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. ഇപ്പൊ ഇത് ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ളതായിക്കോട്ടെ, ഏറ്റവും ഉയർന്ന ഡിഗ്രി ലെവൽ നിലവാരത്തിലുള്ള ഏത് പരീക്ഷകൾക്കായാലും ഉതകുന്ന രീതിയിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ 1857 റിവോൾട്ട് ഇവിടെ തീർത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗമില്ലാത്ത പരീക്ഷകൾ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. ആവശ്യമുള്ളവർ എഴുതി തന്നെ എടുക്കുക, കേട്ട് എഴുതി എടുത്ത് പഠിക്കുക. അല്ലാതെ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ കേട്ടും പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ.